കുപ്പു ദേവരാജ് അടുത്തൊരു ലാപ്പുമായി കവിഴ്ന്നു കിടക്കുന്ന വിധത്തിലും കാവേരി വെടിയേറ്റ് മലർന്നു കിടക്കുന്ന വിധത്തിലുമാണ് മാവോയിസ്റ്റുകൾ ചിത്രങ്ങൾ പോലീസ് ആദ്യം പുറത്തുവിട്ടത്. AK-47 അടക്കം കൈവശമുള്ള കൊടും മാവോയിസ്റ്റുകൾ മണിക്കൂറുകൾ ഏറ്റുമുട്ടിയെന്ന വാദത്തെ സംശയത്തിലാകുന്നതും ഈ ചിത്രങ്ങൾ തന്നെയാണ്. ഏറ്റുമുട്ടിയ ഒരു പോലീസുകാരനും പരിക്കേറ്റില്ല. വെടിയേറ്റ് വീണത് വളഞ്ഞിട്ട് പിടിച്ചു നടത്തിയ കസ്റ്റഡി മരണമാണെന്ന് ഗ്രോവാസവും മുണ്ടൂർ രാവണിയും പറഞ്ഞു. ഞങ്ങൾ ഈ കാര്യത്തിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് ആയിരിക്കും ഞങ്ങളുടെ അത് ഹൈക്കോടതിയിൽ ഞങ്ങൾ പരിശ്രമിക്കും. ഗവൺമെൻറ്റിൻ്റെ അടുത്തും ഞങ്ങൾ അതിനു വേണ്ടിയിട്ട് പ്രസ് ചെയ്യും. സംസ്ഥാനത്ത് ഏറ്റുമുട്ടൽ കൊലപാതകത്തിന് മുഖ്യമന്ത്രി ഉത്തരവിടുകയായിരുന്നുവെന്ന് RMP നേതാവ് KK രമ പറഞ്ഞു. ഭരണകൂടത്തിൻ്റെ ഒരു കൊലപാതകം തന്നെയാണിത്. ഇതൊരു വ്യാജ ഏറ്റുമുട്ടലാണ്. മാവോയിസ്റ്റുകളുടെ സായുധ സമരപാതയോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. പക്ഷേ ഇതിൽ വിയോജിക്കുന്നവരെ മുഴുവൻ കൊന്നുതള്ളുക എന്നുള്ള ഭരണകൂടത്തിൻ്റെ നിലപാടിനോട് അതിശക്തമായി വിയോജിക്കുകയാണ്. ഇതിനെതിരെ ഒരു ജുഡീഷ്യൽ അന്വേഷണം സർക്കാർ പ്രഖ്യാപിക്കണം. ഇൻക്വസ്റ്റ് നടത്തുമ്പോൾ മജിസ്ട്രേറ്റിന് സാന്നിധ്യം ഇല്ലാതിരുന്നതും മനുഷ്യാവകാശ പ്രവർത്തകരെ സംഭവസ്ഥലത്തു നിന്ന് ഒഴിവാക്കിയതും കടുത്ത വിമർശനം ഉയർത്തുന്നുണ്ട്. ഘടകകക്ഷിയായ CPI തന്നെ ഏറ്റുമുട്ടലിനെ വിമർശിച്ച് രംഗത്തെത്തുമ്പോൾ വധശിക്ഷയെ എതിർക്കുന്ന CPM-ന് വരുന്ന ആളുകളിൽ നിലമ്പൂർ മാവോയിസ്റ്റുകൾ രാഷ്ട്രീയ തലവേദനയാകും. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.